നമുക്ക് വീണ്ടും നമ്മുടെ സീരീസിലെ ക്ലാസ് 10 സീരീസിലെ ക്ലാസ് 10 റിയൽ നമ്പർ. ഞാൻ റിയൽ നമ്പറിന്റെ രണ്ട് ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു ക്ലാസ് ഉണ്ട്, രണ്ടാമത്തെ ക്ലാസ് ഉണ്ട്. ഈ രണ്ട് ക്ലാസ്സുകൾ ഉണ്ടാകുക. ഈ ഒരു ക്ലാസ്സോട് കൂടി ഞാൻ റിയൽ നമ്പറിനുള്ള പാർട്ട് ഞാൻ വൈകിട്ട് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീചാർജ് നമുക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ് ഞാൻ വിട്ടത് CBSE ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ എന്റെ ക്ലാസ്സിനകത്ത്. ഈ പ്രാവശ്യവും അതേ ഇത് തന്നെയാണ്. തുടർന്ന് ഞാനത് വൈകിട്ട് ചെയ്യണം. ആ ചാപ്റ്ററിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വരുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈം, അതായത് പരീക്ഷ എടുക്കുന്നതിന് മുമ്പ് റിസൾട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതെല്ലാം ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തൊട്ട് ഇത് പഠിച്ച് മുന്നേറുക. വിടരുത്. എല്ലാ ക്ലാസ്സിലും പഠിക്കുക. ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് A1 ആയിരിക്കണം. ആ ഒരു ഇതാണ് മാർക്കിനെ നിങ്ങൾ നിങ്ങൾക്കറിയാം. എന്തറിയാം? 90 മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് മാത്സിന് A1 കിട്ടണമെന്നില്ല. കാരണം CBSE വാല്യുവേഷൻ അങ്ങനെയാണ്. ടോപ്പ് കിട്ടുന്ന 10%-നകത്തുള്ളവർക്കായിരിക്കും എന്ത് കിട്ടുക? A1 നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റുക. മലയാളത്തിലൊക്കെ 98 മാർക്ക് വരെ കിട്ടുന്നവർക്ക് പോലും A1 കിട്ടില്ല. കേരള സ്റ്റുഡൻസിന് അങ്ങനെയല്ല. 90% ആണെങ്കിൽ A1 A+ ആണ്. നമുക്ക് A+ അല്ല, A1 ആണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ടോപ്പുള്ള 10% സ്റ്റുഡന്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. എന്തു നോക്കാം? റിയൽ നമ്പേഴ്സിനകത്തുനിന്ന് 2015 ചെയ്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. നിങ്ങൾ ചോദ്യത്തിലേക്ക് നോക്കുക. ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന ചോദ്യം. ഫൈൻഡ് ദ largest number which divides 70 and 185, leaving remainder 5 and 8 respectively. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്? Find the largest number. Largest number എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Largest number which divides 70 and 125. ആ നമ്പർ കൊണ്ട് എന്തൊക്കെയാണ് 70 and 125 ഡിവൈഡ് ചെയ്യുമ്പോൾ there is a remainder. അത് ഏതൊക്കെയാണ് വരിക? 5 and 8 respectively. That means on dividing 70 by that required number, we get remainder 5. Similarly, we divide 125 by that required number, we get the remainder 80. Then what is that number? That means HCF ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ HCF ആരുടെയാണ്? ഇതിന്റെ അല്ല, 70ന്റെ 125ന്റെ അല്ല. അവിടെയാണ് ക്വസ്റ്റനകത്ത് ഒരു മാറ്റം വരുന്നത്. മിക്ക കുട്ടികളും കൺഫ്യൂസ് ആവുന്നത് എങ്ങനെയാണ് ചെയ്യുക. വായിക്കുന്നവർക്ക് അഥവാ ചെയ്യുന്നവർക്ക് ചെയ്ത് പരിചയമുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. 70ന്റെ 125ന്റെ അല്ല തന്നെ കാണിച്ചത്. നിങ്ങൾ ഓർക്കുക, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് we find the required number. On dividing 70 by that required number, we get remainder 5. അപ്പൊ നമ്മള് given that on dividing 70 by that required number, ഒരു required number ഉണ്ട്. ആ required number കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 റിമൈൻഡർ കിട്ടും. Therefore നമുക്കിവിടെ വേണ്ടിയ നമ്പർ എന്ന് പറഞ്ഞാൽ 70 അല്ല. Therefore the number required number അല്ല. നമുക്ക് given that അപ്പൊ നമ്മൾ ആൻസർ തുടങ്ങുന്നത് ഇതാണ്. നമുക്കറിയാവുന്ന ആൻസർ on dividing ഏതിനെ ഡിവൈഡ് ചെയ്യുകയാണ്? on dividing 70 by that required number. That ഏതാണ്? That required number we get remainder. We get remainder എത്രയാണ്? 5. അപ്പൊ റിമൈൻഡർ നമുക്ക് എത്ര കിട്ടും? ഇതിനെ ഡിവൈഡ് ചെയ്താൽ റിക്വയർഡ് നമ്പർ കൊണ്ട് 70 നമുക്ക് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ്? 5 ആണ്. ദാറ്റ് ഈസ് 70 minus 5. 70 minus 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know that 65. അപ്പം ആദ്യത്തെ നമ്പർ നമുക്കറിയാം 65 ആണ്. 65 ആണ്. ഇനി സിമിലർലി സെക്കൻഡ് നമ്പർ എങ്ങനെയായിരിക്കും? സിമിലർലി അപ്പൊ നമ്മൾ സിമിലർലി സെക്കൻഡ് നമ്പർ നമ്മൾ നോക്കുവാണ്. സിമിലർലി ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നു. എന്ത് സെക്കൻഡ് നമ്പർ ഏതാണ്? 125. 125നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ റിക്വയർഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണെങ്കിൽ നമുക്ക് ഏത് കേട്ടോ? റിമൈൻഡർ 8. ദാറ്റ് ഈസ് 125 divided 125 minus that remainder 8 is equal to 170. അപ്പൊ നമുക്ക് വേണ്ടിയ രണ്ട് നമ്പറുകൾ കിട്ടി. ഈ രണ്ട് കണ്ടെത്താൽ മതി. നമ്മുടെ ആൻസർ ആയി. റിക്വയർഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 65ന്റെയും
17 ഫാക്ടറൈസ് ചെയ്യുന്നിട്ട് എക്സിന്റെ കണ്ടുപിടിച്ചാൽ മതി. പിന്നെ 65 ഒന്ന് ഫാക്ടറൈസ് ചെയ്യാണ്. നിങ്ങൾക്കറിയാം 65 എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 65 നമുക്ക് 5 ഫാക്ടറൈസ് ചെയ്യാം. 5 എത്ര ടൈംസ് ഉണ്ട്? 6 1 റേഞ്ച് റിമൈൻഡർ 1 15 15 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. അത്രേ ഉള്ളൂ. അപ്പൊ 5 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്, 30 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. therefore we can write 65 is equal to 65 നമുക്ക് എങ്ങനെ എഴുതാം? 65 is equal to 65 is equal to എങ്ങനെയാണ്? 65 is equal to 5 into എത്രയാണ്? 13 ആണ്. ഇതുപോലെ തന്നെ 117 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് നോക്കാം 117 തരുന്നത് 117 ഇതിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്യാണ്. നമുക്കറിയാം ഏതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഡിവിസിബിലിറ്റി ഓഫ് 3, ഡിവിസിബിലിറ്റി ഓഫ് 6 ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മളിത് പഠിച്ചിരിക്കുന്നത് എത്രയാണ്? 7th സ്റ്റാൻഡേർഡ് പഠിക്കാനുള്ളതാണ് ഡിവിസിബിലിറ്റി. അതിനകത്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ ഡിജിറ്റിന്റെ സം എടുക്കുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ നമ്പര് ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് വരുന്ന നമ്പേഴ്സിന്റെ ഡിജിറ്റിന്റെ സം എടുക്കുക. സം 3യുടെ മൾട്ടിപ്പിൾ ആണ്, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. തീർച്ചയായിട്ടും പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 3 ഇതിനകത്ത് അടങ്ങും. കാരണം 7 + 1 8, 8 + 1 9 ആണ്. അപ്പൊ ഇതിനകത്ത് 3 അടങ്ങും. 11 ആക്ക് 3 എത്ര ടൈംസ് അടങ്ങും? എത്ര ടൈംസ്? 3 ടൈംസ്. അപ്പൊ 3 × 3 9, 1 2 27. 27 ആക്ക് എത്ര ടൈംസ് ഉണ്ട്? 9 ടൈംസ് 3 അടങ്ങും. വീണ്ടും 3 അടങ്ങും. 3 അടങ്ങുമ്പോൾ 3 ആക്ക് എത്ര ടൈംസ്? 1 ടൈംസ്. 9 ആക്ക് എത്ര ടൈംസ്? 3 ടൈംസ്. അപ്പൊ നമുക്ക് കിട്ടി 3 × 3 × 30. We know that 30 is also prime number. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുകയാണ് 117. 117 is equal to 3 × 3 × എത്രയാണ്? 30. Therefore required number is the HCF. HCF of 55 and 117. Therefore the required number, largest, find the largest number which divides 70 and 125, leaving remainder 5 and 8 respectively. That required number, that means that largest number, that is the HCF of 65 and അപ്പൊ നമ്മളിവിടെ പറയുന്ന കാര്യം എന്താണ്? Therefore required number നമുക്കറിയാം. റിക്വയർഡ് നമ്പർ ഏതാണ്? റിക്വയർഡ് നമ്പർ ഈസ് ദ HCF of ഏതിന്റെയൊക്കെ HCF ആണ്? 65ന്റെയും 170ന്റെയും HCF ആണ്. അപ്പൊ റിക്വയർഡ് നമ്പർ എന്ന് വെച്ചാൽ നമുക്കറിയാം HCF ആണെന്ന് പറയാതെ പോലെ ഹൈയസ്റ്റ് കോമൺ ഏതാണ്? ഫാക്ടർ ആണ്. രണ്ടിനകത്ത് കോമൺ ആയിട്ട് വരുന്നതായിരിക്കണം, അതിന്റെ ഹൈയസ്റ്റ് ആയിരിക്കണം. അപ്പൊ രണ്ടിനകത്ത് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 13 ആണ്. അപ്പോൾ that is equal to 13. നമ്മുടെ ആൻസർ എത്രയാണ്? 13 ആണ്. 2 മാർക്ക് ചോദ്യമായിട്ട് ചോദിച്ചിരുന്ന ചോദ്യമാണ് ഇത്. എത്രയാണ്? 2015 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് നോക്കാം. മിക്ക നിങ്ങളുടെ ടെസ്റ്റിനകത്തുള്ള ടൈപ്പ് ക്വസ്റ്റൻ ആണിത്. അതായത് ഒരു മൾട്ടിപ്പിൾ ആയിട്ട് ഒരു സംഖ്യ തരും, എന്നിട്ട് നിങ്ങളോട് പറയും ഈ സംഖ്യ ഓപ്പോസിറ്റ് നമ്പർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യും. നിങ്ങൾക്കറിയാം പ്രൈം നമ്പർ ഓപ്പോസിറ്റ് നമ്പർ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലോ ഇവിടുത്തെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കുക, തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്. 2015 തന്നെ ചോദ്യമാണ്. എന്താണ് ചോദ്യം? Explain why 17 × 5 × 11 × 3 × 2 plus 2 × 11 is a composite number. അപ്പൊ ഇത് കോമ്പോസിറ്റ് നമ്പർ ആണോ? അതാണ് നമ്മൾ തെളിയിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കോമ്പോസിറ്റ് നമ്പർ ആണോ. നമുക്ക് നോക്കാം. കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ നമ്പറിൽ 1 ഒഴികെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് കോമ്പോസിറ്റ് നമ്പർ. അപ്പൊ ഇത് കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ തന്നിരിക്കുന്ന നമ്പറിനെ ഞാൻ എടുത്തെഴുതുകയാണ്. നമ്പർ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം നമുക്ക് തന്നിരിക്കുന്ന നമ്പർ the given number is ഏതാണ് തന്നിരിക്കുന്ന നമ്പർ? the given number is നോക്കുക 17 × 5 × 11 × 3 × 2. അപ്പൊ ഇങ്ങനത്തെ നമ്പർ തരുമ്പോൾ തീർച്ചയായിട്ടും 2 ടേം ആയിട്ടാണ് എഴുതാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ടേം ഇവിടെ വന്നിരിക്കുന്നു, അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ടേമും വന്നിരിക്കുന്നു. ഏതാണ് ബാക്കി? +2 × 11. അപ്പൊ മാത്സിനകത്ത് നിങ്ങൾക്കറിയാം ഇത് ഒരു ടേമാണ്, ഇത് രണ്ടാമത്തെ ടേമാണ്. പ്ലസ് മൈനസ് കൊണ്ടാണ് ടേമുകളെ നമ്മൾ വേർതിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് കോമൺ ആയിട്ടുള്ള എങ്കിൽ നമുക്ക് ഔട്ട്സൈഡിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ നോക്കുക, ഈ 2 ടേമിനകത്ത് കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? ഇവിടെ ഒരു 11 ഉണ്ട്, ഇവിടെ ഉണ്ട് 11, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെയും ഒക്കെ ഉണ്ട്.
2 ഉണ്ട്. അപ്പൊ ആ രണ്ട് ടേമിനെ നമുക്ക് ഔട്ട്സൈഡിലേക്ക് എടുക്കാം. അപ്പൊ ഇത് ഞാൻ എടുക്കുന്ന ഔട്ട്സൈഡ് എടുക്കുന്ന ഏതിലേക്കാണ്? 11 എടുക്കാം. അഥവാ ആദ്യം ഞാൻ ചെറിയ നമ്പറിനെ തന്നെ എടുക്കാം. 2 എടുക്കാൻ രണ്ട് വശത്തും 2 കൊണ്ട് എടുക്കാം. ഇൻറ്റു പിന്നെ ഏതെടുക്കാൻ രണ്ട് വശത്തും കോമൺ ആയിട്ടുള്ളത് 11 എടുക്കാം. ഇനി ബാക്കി എന്താക്കുന്നത് ചെയ്താൽ പോലെ ഇപ്പൊ തന്നെ നമുക്കറിയാൻ പറ്റും 2 11 ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ആ ഒറ്റ സ്റ്റെപ്പോട് നമുക്ക് പറയാൻ പറ്റും ദിസ് നമ്പർ ഇസ് എ കോമ്പോസിറ്റ് നമ്പർ. ഏതാണ് ബാക്കി എഴുതാം, കാരണം രണ്ട് ഭാഗത്ത് എന്താണല്ലേ. അപ്പൊ നമുക്ക് ബാക്കി എഴുതാം. ബാക്കി എന്താണ്? 17 ഇൻറ്റു 5 ഇൻറ്റു പിന്നെ നമ്മൾ എടുക്കാത്ത 11 നമ്മൾ ഔട്ട്സൈഡ് എടുത്തു പോയി. ഇനി എടുക്കാത്ത ഏതാണുള്ളത്? 3. ഇനി 2 നമ്മൾ എടുത്തു പോയി. പ്ലസ് ഇവിടുന്ന് നമ്മൾ 2 എടുത്തു, 11 എടുത്തു. പിന്നെ പോയിട്ട് എത്രയാണ് എടുത്തോളൂ കോമൺ ആയിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് അവിടെ വരുന്നത് 1 ആണ്. 1 എന്ന് പറയുന്നത് ഒറ്റ മാത്രമേ ഉള്ളൂ. കാരണം 2 ഇൻറ്റു അതായത് 2 ഇൻറ്റു 11 22. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 22 വരും. ഇനി നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള ഇതിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ അറിയാം ഇത് കോമ്പോസിറ്റ് നമ്പർ ആണ്. 2 ഇൻറ്റു 11 ഇൻറ്റു ബാക്കി ബ്രാക്കറ്റിനകത്തുള്ള ഞാൻ ഇന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. നിങ്ങൾ നോക്കാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് എങ്ങനെയാണ്? 17 ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 17 ഇൻറ്റു 5. അപ്പൊ 17 ഇൻറ്റു 5 എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം 170 ആണ്. 17 ഇൻറ്റു 10 അതിന്റെ പങ്ക് എടുക്കാൻ 85 ആണ്. 85 ഇൻറ്റു 3 8 ഇൻറ്റു 3 നിങ്ങൾക്ക് അറിയാം 24 ആണ്. അപ്പൊ 85 ഇൻറ്റു 3 എന്ന് പറയുമ്പോഴത്തേക്ക് 240 പ്ലസ് 15 വരും. അതായത് 255 ആണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതിന് മുമ്പ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര വരും? 255 255 പ്ലസ് 1 that is equal to 2 into 11 into എത്രയാണ് ഇത്? 256 ആകും. 256. Therefore the given number is a composite number which has factors 2, 11 and 256. Therefore the given number is the given number is a composite number. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് 2 into 11 and 256. ഇതിന്റെ ഫാക്ടേഴ്സ് ആണ് 2, 11 and 256. 256 വീണ്ടും നമുക്ക് ഫാക്ടേഴ്സ് ചെയ്യാം. 2 തന്നെ വരും. അതുകൊണ്ട് നമ്മൾ അത് പറയണം. ഇതിന്റെ പേര് കണ്ടോ ഫാക്ടേഴ്സ് ഉള്ളതാണ്. ദിസ് നമ്പർ ഇസ് എ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത വിഷയം. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യം എല്ലാ പരീക്ഷയും ചോദിക്കുന്നതാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ prove that root 5 is a rational number, root 3 is a rational number, root 7 is a rational number. അതിന്റെ കൂടെ സംഖ്യകളോടെ കൂട്ടിച്ചേർത്തിട്ട് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞ ചോദ്യമുണ്ട്. അത് കുട്ടികൾക്ക് എത്തിയറിയാൻ ഞാൻ നേരത്തെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? ബൈ കോൺട്രഡിക്റ്റ് മെത്തേഡ്. അതായത് അവർ പ്രൂവ് ചെയ്യാൻ തരുന്നത് അങ്ങനെയല്ല എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് 2 + 3 √5 is ഇറേഷണൽ നമ്പർ എന്നാണ് പറഞ്ഞത്. ഇതൊരു ഇറേഷണൽ നമ്പർ ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കോൺട്രഡിക്ഷൻ എന്താണ്? റാഷണൽ ആണ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 2 + 3 √5 റാഷണൽ നമ്പർ. അതായത് നമ്മുടെ ബുദ്ധിഅന്വേഷണ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയാണ് സങ്കല്പിക്കുന്നു. സങ്കല്പിച്ചതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് അങ്ങനെയല്ല എന്ന് പറയുന്നു. അപ്പൊ അവിടെ നമുക്ക് സംഭവിച്ച തെറ്റിന്റെ കാരണം പൊരുത്തക്കേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നുള്ള ഉദാഹരണം പറയുന്നത്. കൊലപാതകം ഒരു സ്ഥലത്ത് നടന്നു. കൊലപാതകം നടന്നാണെങ്കിൽ അവർക്ക് സംശയമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അവർ ജസ്റ്റ് ഒന്ന് ചോദിക്കും. വേറെ കേസിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരോട് ചോദിക്കും ഇന്ന ദിവസം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവരോട് ചോദിക്കുന്നത്. അപ്പൊ അവർ പറയുന്നു, ചിലൊക്കെ പേടിച്ചിട്ട് പറയും ഞാനത് ഇല്ലായിരുന്നു, ഞാനവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവരുടെ മൊബൈൽ ഫോൺ നമ്പരും വെട്ടി ഇവരെ കിട്ടും. ഇവരൊക്കെ പോയതിനു ശേഷം അവർ ഈ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് ആ മൊബൈൽ നമ്പറിന്റെ ലൊക്കേഷൻ നോക്കും. ആ സമയത്ത് കൃത്യസമയം നടന്ന സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് എഴുതി വെച്ച് അവരവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഉടനെ അവർ ഒന്നുകൂടി ഒന്ന് വിളിക്കും. ഞാൻ പനി എന്ന് പറയുകയാണ്. അവർ ഒന്നുകൂടി ഒന്ന് വിളിക്കും. നിങ്ങള് അന്ന് എവിടെ പോയിരിക്കുകയായിരുന്നു? അപ്പൊ ഇവർ പറയും ഞാൻ ഇന്ന സ്ഥലം. അതിവരെന്നോടെ പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു നമ്മൾ പറയും. അപ്പോൾ ഇവർ പറയും അന്ന് പോയിരുന്നു. അപ്പൊ നിങ്ങൾ അന്ന് മൊബൈൽ ഫോൺ എടുത്തിരുന്നോ? നിങ്ങളുടെ ഫോൺ കൊണ്ടുപോയിരുന്നോ? പെട്ടെന്ന് ഇവർക്ക് എന്തോ ഇവർ പറയും ആ ഫോൺ ഞാൻ ചിലർ ഞാൻ ഫോൺ വീട്ടിലിട്ടായിരുന്നു പോയിരുന്നു. ഓക്കെ ശരി, ഞാൻ വീട്ടിലിട്ടായിരുന്നു പോയത്. അവർ ഇതിന്റെ കോൾ ലിസ്റ്റ്
നോക്കും. പോളറൈസേഷൻ ഈ ആൾ അവിടെ ഇരുന്നിട്ട് തന്നെ ഈ പറഞ്ഞ സമയത്ത് വേറെ ആളെ വിളിച്ചിട്ടുണ്ടാവാം. അപ്പം അയാൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലെ കൺഫർമേഷൻ ആയി ഇവർക്ക്. അയാൾ അവിടുന്ന് വിളിച്ച ആളെ കൊണ്ടാക്കി ഈ ആളാണോ വിളിച്ചെന്ന് ചോദിച്ചു, അതേ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ കൺഫ്യൂഷൻ ആകുന്നതിന് മാറി അത് ഒന്നും ചെയ്ത് അതിൽ എടുത്തത് എങ്ങനെയാണ് ഈ ആൾ ഇത് ഇല്ല എന്നായിരുന്നു. അപ്പൊ പിന്നീട് മനസ്സിലായി ആ എടുത്തത് തെറ്റാണ്. കാരണം ഇയാൾ ഇവിടെ നിന്ന് ഈ ലൊക്കേഷനിൽ നിന്നുകൊണ്ട് വേറെ ആളെ ഫോൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് നമ്മൾ ആദ്യം എടുത്ത നമ്മുടെ നിഗമനം തെറ്റാണെന്ന് മനസ്സിലാവും. ഇങ്ങനെ എടുക്കുന്നതിനാണ് നമ്മൾ കോൺട്രഡിക്ഷൻ വരെ പറയാം മനസ്സിലാക്കി ഇതാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എന്താണോ ഉപയോഗിക്കാൻ പാടില്ല അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കും. അപ്പൊ നമ്മളത് പറഞ്ഞിരിക്കുന്നത് 2 + 3√5 these are irrational numbers എന്നാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ലേഖത്ത് assume that നമ്മൾ സങ്കല്പിക്കാൻ എന്താ ചെയ്യുന്നത്, assume that 2 + 3√5 these are rational numbers നമ്മൾ എടുക്കാറ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വേറെ എല്ലാം വരുന്നത് നമ്മൾ കോൺട്രഡിക്റ്റ് മെത്തേഡിലാണ് പ്രൂവ് ചെയ്തത്. √3 is an irrational number, √5 is rational number, അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ്. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുകയാണ്, എന്താ എടുക്കുന്നത്, let us assume that. അപ്പം നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണ് അല്ലെ. എന്താ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, അസ്യൂം ദാറ്റ് ഏതാണ് എടുക്കുന്നത് 2 + 3√5 ഇത് ഇറാഷണൽ ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്നു 2 + 3√5 ഈസ് എ റാഷണൽ നമ്പർ. ഇത് എന്താണെന്നാണ് നമ്മൾ എടുക്കുന്നത്, ഇറ്റ്സ് എ റാഷണൽ നമ്പർ. ഇതൊരു റാഷണൽ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണക്ഷനുകൾ ഏത് വന്നാലും നിങ്ങൾ ഓർക്കുക, ഇറാഷണൽ പ്രൂവ് ചെയ്യാൻ പറയുന്ന എല്ലാ പ്രൂഫുകളും നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത് കോൺട്രഡിക്റ്ററിയാണ്. ഇറാഷണൽ പ്രൂവ് ചെയ്യാൻ പറയുന്നെങ്കിൽ നമ്മൾ എടുക്കുന്ന കാര്യം assume that that number is rational. ആ നമ്പർ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, റാഷണൽ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ assume that 2 + 3√5 is a rational number നമ്മൾ എടുക്കുന്നു. അപ്പൊ നമുക്കറിയാം റാഷണൽ നമ്പർ, നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പർ എന്താണ്, റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, a number in the form p/2 where p and q are integers and q not is equal to 0. അപ്പൊ ഒരു നമ്പർ എന്ന് പറയുന്നത് p/q എന്നുള്ള ഫോമിൽ എഴുതാൻ സാധിക്കണം. അതിനകത്ത് p q ഇന്റിജേഴ്സ് ആയിരിക്കണം, q not is equal to 0, that means the remainder not is equal to 0. such numbers are എന്താണ്, റാഷണൽ നമ്പേഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ റാഷണൽ നമ്പർ അത് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ എഴുതുന്നു 2 + 3√5 is equal to രണ്ട് ഇന്റിജേഴ്സ് ഞാൻ എടുക്കുകയാണ്. അതിങ്ങനെയാണ് a/b. അപ്പൊ എന്തെടുത്തു, a/b. എയും ബിയും എന്താണ്, എക്ക് ബിക്ക് ഒരു പ്രത്യേകതയുണ്ട്, a, b ഇതെന്താണ്, ഇന്റിജേഴ്സ് ആണ്. A and B are എന്താണ്, ഇന്റിജേഴ്സ്. എയും ബിയും എന്താണ്, ഇന്റിജേഴ്സ് ആണ്. തീർന്നില്ല, A and B are ഇന്റിജേഴ്സ്. ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, ഡിനോമിനേറ്ററായ b not is equal to 0. b 0 ആവരുത്, b 0 ആവരുത്. പിന്നെ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ എടുക്കും, A and B are co-prime. A and B are എന്താണ്, A and B are എന്താണ്, കോപ്രൈം. എന്താ ഈ കോപ്രൈം എന്ന് പറഞ്ഞിരിക്കുന്നാൽ, കോപ്രൈം എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ നേച്ചർ. അപ്പൊ നമ്മൾ എടുക്കുന്നു ഇതൊരു റാഷണൽ നമ്പർ ആണ് എടുക്കുന്നത്. ഏതാ റാഷണൽ നമ്പർ അസ്യൂം ചെയ്തിരിക്കുന്നത്, എന്താണോ റാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്നതിന് റാഷണൽ ആയിട്ട് എടുക്കുന്നു. റാഷണൽ നമ്പേഴ്സ് ആണോ വിച്ച് ക്യാൻ ബി റിട്ടൺ ദ ഫോം, അവിടെ നമ്മൾ പഠിച്ചത് b/2 എന്നാണ്. ഇവിടെ ഞാൻ a/2 എടുത്തതുകൊണ്ട് b/2 പോലെ അങ്ങനെ എഴുതാം കേട്ടോ. a/2 എടുക്കുന്നു. ഇവിടെ എയും ബിയും ഇന്റിജേഴ്സ് ആണ്, b not is equal to 0 ആണ്. തീർന്നില്ല, a and b are കോപ്രൈം. എന്താ ഈ കോപ്രൈം, കോമൺ ആയിട്ട് ഒരു ഫാക്ടേഴ്സ് ഇല്ലാതെയാണ് കോപ്രൈം എന്ന് പറയാം. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, അതായത് പ്രൈം നമ്പർ ആവണമെന്നില്ല, രണ്ട് പ്രൈം നമ്പർ ആവണമെന്നല്ല ഇതിനർത്ഥം, രണ്ടിനകത്തും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും വരരുത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം 5 ഒരു പ്രൈം നമ്പർ ആണ്. 5 എത്രയാണ്, 5/80. ഇത് കോമൺ ആണ്, കാരണം ഇതിനകത്ത് കോമൺ ആയിട്ട് വെട്ടിക്കളയാൻ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ല. അപ്പൊ കോമൺ ആയിട്ട് ഫാക്ടർ ഇല്ലാതെ എന്ന് പറയാം കോപ്രൈം എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് പ്രൈം ആണ്, ഇത് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനെ എടുത്താലും രണ്ട് പ്രൈം നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇത് എങ്ങനെയാണ്, a/b. അപ്പം ഓർക്കാനും കോമൺ ഫാക്ടർ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇതിൽ മാറ്റി എഴുതുന്നതാണ്. അപ്പൊ ഞാൻ ഇനി അടുത്ത് ചെയ്യുന്നത് ഈ 3√5 എന്നുള്ളത് ഞാൻ ഇവിടെ നിർത്തി, എന്തിവിടെ നിർത്തി, 3√5 എന്നുള്ളത് ഇവിടെ നിർത്തിയിട്ട് ഈ 2 ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകാൻ, 2 അപ്പുറത്ത് കൊണ്ടുപോകാൻ എന്ത് വരും, a/b മൈനസ് ഏതെന്ന് വന്നു, 2 എന്ന് വന്നു കേട്ടോ. a/b മൈനസ് 2 എന്ന് വന്നു. That is equal to 3√5 is equal to
ഈ ബി കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഗുണിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ മാത്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കുക. അതിന്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഇതിന്റെ ബാങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇത് പ്രീവിയസ് ക്ലാസ്സിന്റെ കൊടുത്തേക്കാം. നോക്കുക. അപ്പൊ എ ബൈ ബി, അപ്പൊ √5 എ ബൈ ബി ഇതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഗുണിച്ചാൽ ഇത് എങ്ങനെ വരും? എ മൈനസ് 2b ബൈ എത്രയെന്നായി? എ മൈനസ് 2b ബൈ. ഇനി ഞാൻ എടുത്തോടെ കൊണ്ടുപോകുന്നു 3യുടെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇത് മാത്രമായി √5 മാത്രമായി. √5 ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പറേ പോകുമ്പോൾ ഇതേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് എ മൈനസ് 2b ഡിവൈഡഡ് ബൈ 3b എന്നത്. ഓക്കെ, ഇതിനെ ഞാൻ ഒന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു √5 ഈസ് ഈക്വൽ ടു ഇതെനിക്ക് സ്പ്ലിറ്റ് ചെയ്തെഴുതാൻ പറ്റും. എ ബൈ 3b മൈനസ് 2b ബൈ എത്രയായിരുന്നു? 3b. 2b ബൈ എത്രയാണ്? ഈ ബി വെട്ടി പോകും. പോയിട്ട് എന്ത് വരും? √5 ഈസ് ഈക്വൽ ടു a ബൈ 3b മൈനസ് 2 ബൈ എത്രയാണ്? 3. നിങ്ങൾ നോക്കാം, ഇതിന്റെ പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞിരിന്നാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇവർ ഈ ചോദ്യത്തിനകത്ത് ആദ്യമേ ചിലപ്പോൾ തന്നിരിക്കും √5 is an irrational number തന്നിരിക്കും. അല്ലെങ്കിൽ തന്നെ √5 ഇറാഷണൽ ആണ് നമുക്കറിയാം. ഈ √5 is an irrational number നേരത്തെ പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കും. അത് ഞാൻ വേണേൽ പറഞ്ഞുതരാം എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. ഇതിനകത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ √5 is equal to a by 3b minus 2 by 3. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, എയും ബിയും ബി എന്തല്ല, ബി 0 ആവത്തില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി 2/3 is a rational number. കാരണം 2 ഇന്റിജർ ആണ്, 3 ഇന്റിജർ ആണ്, 3 നോട്ട്. അപ്പൊ ഇത് ഇന്റിജർ ആണ്. അപ്പൊ ഈ രണ്ടെണ്ണവും എന്താണ്? റാഷണൽ നമ്പർ ആണ്. ഇടത് ഭാഗത്ത് കിടക്കുന്ന √5 എന്താണ്? റാഷണൽ നമ്പർ ആണ്. അപ്പൊ അങ്ങനെ വരുന്നതിനുള്ള കാരണം എന്താണ്? അപ്പൊ നമുക്കിവിടെ അറിയാൻ പറ്റുന്ന കാര്യം നമുക്കറിയാം. എന്തറിയാം? നമുക്കറിയാം. എന്താണ് നമുക്കറിയാവുന്ന കാര്യം? നമുക്കറിയാം √5 എന്താണ്? √5 ഈസ് ഇറാഷണൽ. √5 ഈസ് എങ്ങനെയാണ്? ഇറാഷണൽ. ബട്ട് a by 3b minus 2 by 3 എന്താണ്? ഇത് റാഷണലാണ്. ഇത് എന്താണ്? റാഷണലാണ്. അപ്പൊ നമുക്കിവിടെ അറിയാൻ പറ്റുന്ന ലെഫ്റ്റ് സൈഡിലുള്ള √5 റാഷണലാണ്. റൈറ്റ് സൈഡിലുള്ളത് എങ്ങനെയാണ്? റാഷണലാണ്. അപ്പൊ നമ്മളൊരു ഈക്വൽ സൈൻ കൊടുക്കുകയാണെങ്കിൽ രണ്ടു വശത്തോടും ഒരേ സംഖ്യകളായിരിക്കണം. ഉദാഹരണം 2+3 5 എന്നാണ് കിട്ടുന്നതെങ്കിൽ രണ്ട് ഈക്വൽ എന്നാണ്. അപ്പൊ ഈക്വൽ സൈൻ ആയിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആണ്. ഇവിടെ ഇറാഷണലാണ്. അപ്പുറത്തൊക്കെ ഇത് തന്നെ വരണം, ഇറാഷണൽ തന്നെ വരണം. പക്ഷെ ഒരിടത്ത് ഇറാഷണലും മറ്റേ സൈഡ് എന്താണ്? റാഷണലുമാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം അവർ അസംഷൻ ഈസ് റോങ്. നമ്മുടെ ഈ അസംഷൻ നമ്മൾ അസ്യൂം ചെയ്തായിരുന്നു 2+3 എന്തായിരുന്നു? റാഷണൽ എടുത്തായിരുന്നു. അപ്പൊ ഇത് ഒരിടത്ത് √5 റാഷണൽ ആണ്. a by 3b minus 2 by 3 റാഷണൽ. അപ്പൊ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. എന്താ ഇതിന്റെ കാരണം? ഈ കോൺട്രഡിക്ഷന് കാരണം എന്താണ്? ബിക്കോസ് അവർ അസംഷൻ ഈസ് റോങ്. അപ്പൊ നമ്മളിവിടെ എഴുതുന്നു ബിക്കോസ് എന്താ ഇതിന് കാരണം? അവർ അസംഷൻ ഈസ് റോങ്. അവർ അസംഷൻ ഈസ് നമ്മുടെ അസംഷൻ തെറ്റാണ്. നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? അസ്യൂം ചെയ്തത് 2+3 റാഷണൽ എന്നാണ്. അപ്പൊ നമ്മുടെ അസംഷൻ തെറ്റാണ്. അതായത് 2+3 √5 3+2 √5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇതെന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. അപ്പം ഇത് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പൊ ഇതാണ് ഇതിലേക്ക് ഞാൻ ഒരു പ്രാവശ്യത്തിലും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി നോക്കാം. ഇതിനകത്ത് കുട്ടികൾക്ക് പലർക്കും അറിയാൻ വയ്യാതെ പോകുന്ന കാര്യങ്ങൾ ഈ കോപ്പറേറ്റൊക്കെയാണ്. എന്താണ് കോപ്പറേറ്റ്? കോപ്പറേറ്റ് ഫാക്ടേഴ്സ് ഇല്ലാതെയാണ് കോപ്പറേറ്റ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ √5 വരെ √3 വരെ ഇതൊക്കെ വന്നാലും നിങ്ങൾ എടുക്കുന്ന ഈ കോമ്പറ്റീഷൻ വിലയിലാണ്. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് തരുന്നത്
ഇറാഷണൽ പ്രൂവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തരുന്നതിനെ റാഷണൽ ആക്കി അസ്യൂം ചെയ്യുക. റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ എ ബൈ ബി എഴുതുക. ഇത് എല്ലാ കണക്കിനകത്തും പോലെയാണ്. എ ആൻഡ് ബി ആർ ഓപ്പറേറ്റ് എന്ന് എടുക്കുക, ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. ഇതിന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഒരു വശത്ത് വരുന്നത് എന്തായിരിക്കണം? റാഷണൽ ആയിരിക്കും. മറുവശത്ത് വരുന്നത് ഇറാഷണൽ ആണ്. അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ അസംഷൻ തെറ്റാണ്. ഈവൻ നമ്പർ ഈസ് ഇറാഷണൽ. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വർഷങ്ങളായി ചോദിച്ചിട്ടുള്ളതാണ്. 2015 ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ 2017 2018 ഇതേ ചോദ്യം തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ. ഒരു ചെറിയ മാറ്റം അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം 2 + 3 √5 എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കിടക്കുന്നത്. 3 + 2 3 ഇവിടെ വന്ന് 2. അപ്പൊ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് മാറ്റി ചെയ്താനായിട്ട് പറ്റും. പിന്നെ √3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ, √5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇതെല്ലാം നമ്മുടെ ടെസ്റ്റിനകത്ത് അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒരു നോക്കാം വേണമെങ്കിൽ. അതുപോലെ ഞാൻ ഇടാനില്ല. അപ്പം ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഈ കണക്കിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ഓർത്തേക്ക്, കംപ്ലീറ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് A1 കിട്ടുകയും യാതൊരു സംശയമില്ല. വളരെ ഇതുമായി ചാപ്റ്ററാണ്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. സങ്കീർണമായ ചോദ്യങ്ങളൊക്കെ പുറമെ വരുന്നുണ്ട്, അങ്ങനെ ചാപ്റ്ററുകൾ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഇടും. നിങ്ങൾ ഒരു കാര്യം ചെയ്തെന്താ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 3 ക്ലാസ്സുകളാണ് CBSE 10th ഞാൻ എടുത്തിരിക്കുന്നത്. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്, പാർട്ട് 3 ഉണ്ട്. പാർട്ട് 2 പാർട്ട് 3യും CBSE പ്രീവിയസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇട്ട് കൊടുക്കുക. അവരോടെല്ലാം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറയാം. നിങ്ങൾ വീട്ടിൽ ഒരു ബുക്കിൽ എഴുതിയിടുക, അല്ലെങ്കിൽ വീട്ടിൽ കണ്ടിട്ട് അത് പ്രശസ്തമാക്കി വെക്കുക. ഇനി ഞാൻ അടുത്ത തരുന്നത് 2ാമത്തെ ചാപ്റ്ററാണ്, പോളിനോമിയലാണ്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് പോളിനോമിയൽ. അതിനകത്തുനിന്ന് അതിന് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. ഞാൻ അതിനകത്തുനിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യമെല്ലാം ഞാൻ ഇത് ചെയ്യുകയാണ്. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, CBSE 10th വരുന്ന ക്വസ്റ്റ്യൻ മുൻകാല ചോദ്യത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ചോദിക്കുക. അപ്പൊ വിഷു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം.